പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിക്ക് കഷായമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കഷായം 1 ഔൺസ് അതിലൊരു ഗുളിക ചാലിച്ച് കഴിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുളികയൊന്നും ചാലിച്ച് കൊടുക്കാതെയാണ് കേട്ടോ മുത്തശ്ശിക്ക് കഷായം മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതിൽ ഗുളിക ചാലിക്കണമെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഗുളിക ചാലിക്കാതെ കുടിച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ വൈജയന്തി പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എൻ്റെ പ്രായം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കടന്നു പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ് എനിക്ക് അമ്മയുടെ പ്രായം വരെ ജീവിച്ചിരിക്കേണ്ട, എനിക്ക് അതിന് മുന്നേ അങ്ങ് പോയാൽ കൊള്ളാം എന്ന് പറയും കേട്ടോ. എന്തായാലും മുത്തശ്ശി പിന്നീട് ഇങ്ങനെ മരുന്നൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ അമ്മേനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ആഗ്രയിലെ വല്ല കാര്യം അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആഗ്രയിൽ ഏത് കാര്യമാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയില്ലേ എന്നിങ്ങനെ വൈജയന്തി കുറച്ച് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ആഗ്രയിൽ പല കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഏത് കാര്യമാണ് എന്നാ ചോദിച്ചതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആഗ്രയിൽ പോയിട്ട് 1 വർഷം നിന്നല്ലോ, ഇങ്ങനെ അവിടെ ഇങ്ങനെ ഗംഗാധരേട്ടൻ്റെ കൂടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അമ്മ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആർക്കാടി അറിയാത്തത്, നീ അവിടെ ഇങ്ങനെ 1 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു എന്നൊക്കെ മനു അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. മനു എന്തിനാ ആ കാര്യങ്ങളൊക്കെ അവളോട് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമല്ലേ, ഒരു അന്തസ്സിൽ പറഞ്ഞതല്ലേ, നീ അവിടെ ഇങ്ങനെ ജോലി നോക്കിയിരുന്നു ടീച്ചറായിട്ട് എന്നൊക്കെ, അത് നല്ലൊരു കാര്യമല്ലേ എന്ന് പറയും. അപ്പോൾ വൈജയന്തി ആണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ആഗ്രയിൽ നിന്ന് പോന്നിട്ട് 1 വർഷം പിന്നെ ശാസ്താമംഗലത്തായിരുന്നില്ലേ എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ ആഗ്രയിലെ ചരിത്രമൊക്കെ അവൾക്ക് കുറച്ചൊക്കെ അറിയാമെന്നും പറഞ്ഞു. അന്ന് അവൾ എറണാകുളത്തിന് പോയി വന്ന ദിവസം എന്നോട് എന്ന് പറയും. ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു പറയുമ്പോഴും അവൾക്കൊരു കൂസലും ഇല്ല എന്നൊക്കെ പറയൂ കേട്ടോ. അമ്മ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അവളോടൊന്ന് ചോദിച്ചു നോക്കണം, അവൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഉടനെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം, ഇവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് പോയിക്കേ, അവൾക്കൊന്നും അറിയില്ല, അവളിങ്ങനെ ആഗ്രയുടെ ചരിത്രം അറിയാമെന്നായിരിക്കും പറഞ്ഞത്. ഷാജഹാൻ ഇങ്ങനെ താജ്മഹൽ പണിതതും ഔറംഗസേബ് തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റിയതും അതൊക്കെ ആയിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പം അല്ല അവൾക്ക് എന്തൊക്കെയൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവൾക്ക് നല്ല ബുദ്ധിയാണ്, ഒരു വേലക്കാരിക്ക് ഇത്രയും ബുദ്ധി പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും മുത്തശ്ശി പറയും ഞാൻ അവളോട് ചോദിച്ചു നോക്കാം എന്ന് പറയും കേട്ടോ. എന്നാൽ പിന്നെ അമ്മ കിടന്നോ, ഞാൻ ദോശയും ചമ്മന്തിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ വൈജയന്തി. അപ്പോൾ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നും ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ, ആ പെണ്ണ് ഹോസ്പിറ്റലായ ശേഷം വായിക്ക് രുചിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശി കിടക്കും കേട്ടോ. പിന്നീട് അലീനേനെയും മനുവിനെയാണ് കാണിക്കുന്നത്. മനു ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് ചായയും കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ചായ വാങ്ങിക്കാൻ പോയതാണോ എന്ന്. അപ്പോൾ മനു പറയും അല്ല ഞാൻ ചായ കുടിക്കാൻ പോയതാന്ന് പറയും. എന്നിട്ട് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ 2 എണ്ണം കുടിച്ചു എന്ന് മനുവും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയ്ക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാം എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പം മനു ചോദിക്കുകയാണ് എന്തെന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു പറയുമെന്ന് പറയും കേട്ടോ. അല്ല എനിക്കറിയാം മനുവേട്ടൻ എനിക്ക് ചായ വാങ്ങിക്കാൻ പോയതാണെന്നുള്ളതെന്നിങ്ങനെ പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ എന്നിങ്ങനെ മനു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ ശർമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അലീനയാണെങ്കിലും ഡോക്ടറോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ മണ്ണിനടിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് അതിന് ഞാനൊന്നും ചെയ്തില്ലടോ, ഞാൻ ആംബുലൻസ് വിളിക്കുക മാത്രമേ ചെയ്തുള്ളൂ, റിങ്കു ആണ് ഇങ്ങനെ എനിക്ക് നിന്നെ കാണിച്ചു തന്നത് എന്നൊക്കെ പറയും. അവൻ അറിയാവുന്ന ഒരേ ഒരു ആംബുലൻസ് ഞാനാണല്ലോ എന്നും പറയുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ പിന്നീട് ഡോക്ടർ പറയുകയാണ് ചില മൃഗങ്ങൾക്ക് ചില മനുഷ്യരെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുമെന്ന്. അലീനയും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ചില മനുഷ്യർക്ക് ചില മൃഗങ്ങളെയും തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നീട് മനുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇയാളാണല്ലേ അലീനയുടെ ബൈസ്റ്റാൻഡർ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ ഞാനാണ് ഇവളുടെ കെയർ ടേക്കർ, എനിക്കാണ് ഇവളുടെ ഉത്തരവാദിത്വം എന്നൊക്കെ ഇങ്ങനെ മനു പറയും കേട്ടോ. ഡോക്ടറോട് മനു ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഡോക്ടർ ഇരിക്കുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ എൻ്റെ പേഷ്യൻറ്റിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ, ഇനി ഞാൻ റൗണ്ട്സിന് വരുന്നുണ്ട് എന്നൊക്കെ പറയും. പിന്നീട് മനു ഡോക്ടറോട് നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഡോക്ടറോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്നൊക്കെ പറയും അലീനയെ രക്ഷിച്ചതിന്. അപ്പോൾ എനിക്ക് അറിയാടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു റിങ്കുവിൻ്റെ പേരിൽ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അലീനേനെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരുന്ന ആളാണെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ അലീന മനുവിനോട് പറയുന്നുണ്ടായിരുന്നേ.
അത് കഴിഞ്ഞ് പിന്നീട് ഹരിനെ രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചതല്ലേ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹരി പറയാണ്, എനിക്ക് നല്ല ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ രോഹിത്ത് കളിയായിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അത് ബുദ്ധിയില്ലാത്തവർ അങ്ങനെ തന്നെയാണ്, മസിലും പിടിപ്പിച്ചുകൊണ്ട് കാട്ടാനയുടെ മുന്നിൽ ചെന്ന് നിൽക്കും, എന്നെപ്പോലെ ബുദ്ധിയുള്ളവർ മാറി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നീ ഇന്നലെ ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നാട് വിടാൻ നിന്നവനല്ലേ എന്നൊക്കെ ഇങ്ങനെ ഹരിനോട് രോഹിത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, എന്നാലും എന്തായിരിക്കും അവൾ നമ്മൾക്കെതിരെ മൊഴി കൊടുക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, നമുക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഹോസ്പിറ്റൽ ബില്ല് ആര് കെട്ടും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നിനക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അങ്കിൾ അവളെ കൈയൊഴിയും, അതുപോലെ തന്നെ എനിക്കെതിരെ അവൾ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുവേട്ടനും അവളെ കൈയൊഴിയും, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അവൾക്ക് ജോലി ഉണ്ടാവില്ലല്ലോ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും, പിന്നെ അവൾക്ക് കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കാനായിട്ട് ആരും ഇല്ലല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണല്ലോ എന്നിങ്ങനെ ഹരിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നീട് എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്നാലും നീ ഒന്ന് സൂക്ഷിച്ചോണം എന്ന് ഹരി രോഹിത്തിനോട് പറയാണ് കേട്ടോ. അവളെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും അവളുടെ കയ്യിൽ വലിയൊരു ബോംബാണുള്ളത്, അത് ഏത് സമയം അവൾക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം, 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ അവൾക്കത് എത്ര വർഷം കഴിഞ്ഞ് വേണമെങ്കിലും പൊട്ടിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ വാക്കിനെ അവിടെ പ്രസക്തിയുള്ളൂ എന്നും പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമാണ് കേട്ടോ രോഹിത്തിന്. പിന്നീട് അലീനയാണെങ്കിലും കത്രിക എടുത്ത് കുത്തിയല്ലോ, അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആളുകൾക്ക് ഇങ്ങനെ ജീവിക്കാൻ ഒരു കൊതി ഉണ്ടാവില്ലേ, ഇത് അവൾക്ക് അതും ഇല്ല, സ്വന്തം ജീവൻ കളയാൻ വേണ്ടിയിട്ട് കത്രിക എടുത്ത് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതോടുകൂടി ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നീ അലീനയെ കുറിച്ച് പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്തായാലും ഹരിയാണെങ്കിലും ഒരുപാട് നുണകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ രോഹിത്തിന്, അപ്പം അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് രോഹിത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തായാലും നീ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി എന്നൊക്കെ ഹരിനോട് രോഹിത്ത് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് കഴിഞ്ഞ് മനു അതുപോലെ തന്നെ അലീന ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അവിടേക്ക് നേഴ്സ് വരുന്നത്. അപ്പോൾ മനു അങ്ങനെ കസേരയിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ബൈസ്റ്റാൻഡറിന് ബെഡ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മനുവിനോട് ആ നേഴ്സ്. അപ്പോൾ അറിയാതെ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണെന്ന് പറയും. അലീനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മനുവേട്ടൻ ഞാൻ നോക്കുമ്പോൾ ഉണർന്നിരിക്കുകയായിരുന്നു, പിന്നെ ഞാനും അറിയാതെ മയങ്ങിപ്പോയി എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് സിസ്റ്റർ അലീനയുടെ BP നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കൗണ്ടൊക്കെ നോക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ റൗണ്ട്സിന്. അലീനയോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അലീനയോട് ശരീരം അനങ്ങരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. വരലാണല്ലോ സ്റ്റിച്ച് ഉള്ളത്, അതുകൊണ്ട് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ബ്ലഡൊക്കെ ഒരുപാട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ പോലെ ഒന്നും ആയിട്ട് വരണം എന്ന് പറയാണ് കേട്ടോ. ക്ഷീണമൊക്കെ തോന്നും, ഇടയ്ക്കിടയ്ക്ക് മയങ്ങാനൊക്കെ തോന്നും, അപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേഴ്സിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു വൈറ്റമിൻസിൻ്റെ കൗണ്ടൊക്കെ ഫയലിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം എന്ന് പറയും. എന്നിട്ട് പിന്നെ ഡോക്ടറാണെങ്കിലും ഞാൻ കണ്ടതിനേക്കാളും ഇപ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട് അലീന, ലക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നേഴ്സ് ഇങ്ങനെ അലീനയ്ക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ കഴിക്കാനുള്ള. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുകയെന്ന്. അപ്പോൾ നഴ്സ് പറയും, സാധാരണ കഴിക്കുന്ന പോലെയൊക്കെ കഴിക്കാമെന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, അത് വെച്ച് കപ്പ ബിരിയാണി ഒന്നും കഴിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോഴാണ് പിന്നീട് ബാലേന്ദ്രൻ അവിടേക്ക് വരുന്നത്. ബാലേന്ദ്രനെ കാണുമ്പോഴും അലീന ഒന്ന് എണീക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, സാഹസമൊന്നും വേണ്ട, അവിടെ കിടന്നാൽ മതി എന്ന് പറയും. പിന്നീട് ബാലേന്ദ്രൻ ആ ചെയറിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്, അലീന ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ ഇന്നലെ അലീനയ്ക്കൊന്നും സംഭവിക്കരുത് എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, സോറി സാരമില്ല, ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റുമല്ലോ എന്ന്. അപ്പോൾ അലീന സോറി പറയുന്ന സമയത്ത് മനു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അലീനയോട്, സോറി ഒന്നും പറയണ്ട, നമ്മുടെ ഭാഗത്തെ തെറ്റല്ലല്ലോ എന്ന്. അപ്പോൾ മനുവിന് എല്ലാ കാര്യങ്ങളും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. മനു ഒരു ദേഷ്യത്തിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്, ബാലേന്ദ്രനോട് ഒന്നും പറയാനും പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് മനു ആണെങ്കിലും ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ജ്വല്ലറിയിലേക്ക് പോകണ്ടേന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് ഇവിടെ ആരാ നിനക്ക് ഇന്ന് ജോലിക്ക് പോകണ്ടേന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ, അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തോളാം, കാറിൽ ലാപ്പ് ഇരിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്ന്
എന്നാലും ജോലി ചെയ്യാലോ എന്നാണ് പറയുന്നത്. അങ്കിൾ വേണമെങ്കിൽ പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ ഉള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീനയോടും പറഞ്ഞിട്ടാണ് കേട്ടോ ബാലേന്ദ്രനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് കമലയാണെങ്കിലും വൈജയന്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തി കോൾ എടുക്കുമ്പോൾ തന്നെ എന്താ കമലേട്ടത്തി എന്ന് ചോദിക്കും. അപ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടു ജോലിക്കാരിക്ക് ഇങ്ങനെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ എൻ്റെ മോനെ കിട്ടിയുള്ളൂ എന്നൊക്കെ, എൻ്റെ ചെറുക്കനെ കിട്ടിയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ വൈജയന്തി തിരിച്ചിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ മനു അവിടെ വന്ന് നിൽക്കുന്നത്, അവൻ തന്നെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മനു അവളുടെ പിന്നാലെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അത് കമലേട്ടത്തി വിശ്വസിച്ചില്ലല്ലോ, ഇപ്പം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അവിടുത്തെ വേലക്കാരി ആയിരുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, പക്ഷേ ഇവിടുത്തെ വേലക്കാരിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ട കാര്യം അവനില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളത് വേണ്ടാന്ന് പറയണമായിരുന്നു. അപ്പോൾ ആര് ഞാൻ പറഞ്ഞാലൊന്നും മനു കേൾക്കില്ല എന്ന് പറയുമ്പോൾ അത് ബാലചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ബാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു എന്ന് കമല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അവരോട് രണ്ടുപേരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ബാലേന്ദ്രനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയൂ കേട്ടോ. അവളവനെ കണ്ണും കൈയും കാണിച്ച് മയക്കിയിട്ടുണ്ട്. ഇപ്പോൾ മനു എന്തായാലും അവളുടെ അഡിക്റ്റ് ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിയുമ്പോഴാണ് കേട്ടോ ബാലേന്ദ്രനെ അവിടെ നിൽക്കുന്നത് വൈജയന്തി കാണുന്നത്. ഓയോടെ വന്നിട്ട് ഒളിച്ച് നിൽക്കുകയായിരുന്നോ, ഞാൻ കണ്ടില്ല എന്നിങ്ങനെ പറയുമോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഒരു ആക്കിയ ചിരിക്കുന്നുണ്ടായിരുന്നു. നീ പറഞ്ഞോ എന്നിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ ബാലേന്ദ്രൻ. ഇല്ല ഞാൻ നിർത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുകയാണ്, നമ്മളൊരു കാലത്ത് വിഗ്രഹത്തെ പോലെ ആരാധിച്ചിരുന്ന ഒരാളുടെ വായിന്ന് വരുന്ന വാക്കുകളാണല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒരു പുച്ഛത്തിൽ അങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കമൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അവരുടെ സംസാരം കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആരാ വൈജയതെന്ന് ചോദിക്കുമ്പോൾ അത് ബാലേന്ദ്രനായിരുന്നു എന്ന് പറയും കേട്ടോ. നമ്മൾ സംസാരിച്ചതൊന്നും അങ്ങനെ അങ്ങ് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു വൈജയന്തി കമലേനോട്. എന്തായാലും ഞാൻ വെക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് കമലയാണെങ്കിലും കുറച്ച് ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ തന്നെയാണ് കേട്ടോ കോള് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ ആണ് കാണിക്കുന്നത്. ഇത് കാണിച്ച പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. അലീന മനുവിനോട് സത്യം പറയുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ കുറ്റക്കാർക്ക് ശിക്ഷ അങ്ങനെ മനു നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ അടിക്കാനൊക്കെ ചെല്ലുന്ന, അത് ഹരീനെ അടിക്കാനൊക്കെ ചെല്ലുന്ന ആ ഒരു പ്രൊമോ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്